ജനുവരി മാസം 14-ാം തീയതി ക്രിസ്തു വർഷം 2026 പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ദൈവവചനവുമായി ദൈവകൃപയാൽ ഒരിക്കൽ കൂടി വിൻസെൻ്റ് തോമസ്. ദൈവം ഓരോ ബുധനാഴ്ചയും നൽകുന്ന പുതിയ അവസരങ്ങൾക്കായിട്ട്, പുതിയ അറിവുകൾക്കായിട്ട്, സുവിശേഷത്തിൻ്റെ നിശ്ചലതയ്ക്കായിട്ട്, അത് പഠിപ്പിക്കുവാൻ ദൈവം തരുന്ന കൃപയ്ക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എന്നെ കേൾക്കുന്ന ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും നേർന്നുകൊള്ളുന്നു. ഇന്നത്തെ തിരുവചന വായനയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം, അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 31 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 31 മുതൽ 38 വരെ. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എൻ്റെ വചനത്തിൽ നിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അവർ അവനോട്, ഞങ്ങൾ അബ്രാഹിമിൻ്റെ സന്തതി, ആർക്കും ഒരു നാളും ദാസന്മാരായിരുന്നിട്ടില്ല. നിങ്ങൾ സ്വതന്ത്രന്മാരാകും എന്ന് നീ പറയുന്നത് എങ്ങനെ എന്ന് ഉത്തരം പറഞ്ഞു. അതിന് യേശു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ ദാസൻ ആകുന്നു. ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല, പുത്രനോ എന്നേക്കും വസിക്കുന്നു. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ ആകും. നിങ്ങൾ അബ്രാഹിമിൻ്റെ സന്തതി എന്ന് ഞാൻ അറിയുന്നു, എങ്കിലും എൻ്റെ വചനത്തിന് നിങ്ങളിൽ ഇടം ഇല്ലായ്ക കൊണ്ട് നിങ്ങളെന്നെ കൊല്ലുവാൻ നോക്കുന്നു. പിതാവിൻ്റെ അടുക്കൽ കണ്ടിട്ടുള്ളത് ഞാൻ സംസാരിക്കുന്നു, നിങ്ങളുടെ പിതാവിനോട് കേട്ടിട്ടുള്ളത് നിങ്ങൾ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഈ പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നമ്മൾ ആരംഭിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് നാം ചട്ടപ്രകാരം നമ്മുടെ ജീവിതം നയിക്കണം. ആ ചട്ടം തീർച്ചയായിട്ടും ദൈവവും ദൈവത്തിൻ്റെ വചനവും തന്നെയാണ്. അത് നമ്മൾ വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവായി ദൈവമേ, അവിടുത്തെ ഞങ്ങൾ നന്ദിയും സ്തുതിയും സ്തോത്രം അർപ്പിക്കുന്നു. കാരണം അവിടെ ഞങ്ങളുടെ സൃഷ്ടാവും പരിപാലകനും എല്ലാം നിയന്ത്രിക്കുന്ന കൃപയാലുള്ള ദൈവമായിരിക്കാൻ തന്നെ പുത്രനെ ഞങ്ങളെ സ്നേഹിച്ച സ്നേഹത്തിനായിട്ട് സ്തോത്രം. പുത്രൻ സ്വാതന്ത്ര്യം നൽകിയാൽ മാത്രമേ ഞങ്ങൾക്ക് സാക്ഷാൽ സ്വാതന്ത്ര്യം ലഭിക്കുകയുള്ളൂ. അതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ. നാം കഴിഞ്ഞ ആഴ്ചയിൽ വായിച്ച വേദഭാഗം ഗലാത്യ ലേഖനം അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളെയാണ്. പൗലോസ് അപ്പസ്തോലൻ്റെ ശുശ്രൂഷയിൽ, മിഷണറി വേലയിൽ ഗലാത്യയിലെ അനേക ജാതികളിൽ നിന്നുള്ളവരും യഹൂദന്മാരിൽ നിന്നുള്ളവരും സുവിശേഷം കേട്ട്, ദൈവത്തിൻ്റെ സത്യം കേട്ട്, ദൈവം അയച്ച അപ്പസ്തോലനായ പൗലോസിൻ്റെ വാക്കുകൾ കേട്ട് ഈ സുവിശേഷത്തിൽ വിശ്വസിച്ച് അവർ മുന്നോട്ട് വന്നവരാണ്. അവർക്ക് വാസ്തവമായ മനസ്സാന്തരം ഉണ്ടായി. അപ്പോൾ അവരെക്കുറിച്ച് പൗലോസ് അപ്പസ്തോലൻ പറയുകയാണ്, നിങ്ങൾ ദൈവത്തെ അറിയാതിരുന്ന അന്ന് ആ ഒരു കാലമുണ്ടായിരുന്നു. നമുക്കറിയാം, ബാബേലിൽ തുടങ്ങി 70 രാഷ്ട്രങ്ങളായിട്ട് തിരിഞ്ഞ, ദൈവം തിരിച്ച ആ ജാതികളായ മനുഷ്യരുടെ അവസ്ഥയാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ള ജാതീയമായ അവസ്ഥയിലേക്ക് ദീർഘ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ദൈവം തൻ്റെ അപ്പസ്തോലിനെ ഈ ഗലാത്യ പ്രദേശങ്ങളിലേക്ക് അയക്കുന്നത്. അവർ സുവിശേഷം കേട്ടു, ദൈവത്തിൻ്റെ സത്യം കേട്ടു, കാര്യങ്ങൾ ബോധ്യപ്പെട്ടു, പരിശുദ്ധന്മാർക്ക് ബോധ്യം നൽകി, ഒരു പരിശുദ്ധാത്മാവ് അവരെ സ്ഥാനപ്പെട്ടു. അവർ പരിശുദ്ധാത്മാവിൽ തുടങ്ങി
അവരങ്ങനെ ദൈവ മക്കളായി തീരുകയാണ്. എന്നാൽ പിൽക്കാലങ്ങളിൽ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണ്. യഹൂദ മതസ്ഥരും അതുപോലെ തന്നെ ജാതീയമായ സാഹചര്യങ്ങളിൽ നിന്ന് വന്നവരും എല്ലാം തന്നെ പൗലോസിനെതിരായിട്ടും അവൻ പറഞ്ഞ സത്യസുവിശേഷത്തിനെതിരായിട്ടും അവൻ്റെ യോഗ്യതയ്ക്കും അധികാരത്തിനുമെതിരായിട്ട് ഒരു പ്രശ്നങ്ങളുണ്ടാകുകയാണ്. അതിന് മറുപടിയായിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനം എഴുതുന്നത്. അതിനകത്ത് നമ്മൾ ഗലാത്യ ലേഖനം അതിൻ്റെ 4-ാം അധ്യായത്തിൽ 8 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ പറയുന്നത്, എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. അതുകൊണ്ട് ഇവിടുത്തെ പ്രധാന വിഷയം, നാം ജന്മനാൽ അടിമകളായിട്ടാണ് ജനിക്കുന്നത് ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ. അത് തീർച്ചയായിട്ടും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വരവിന് ശേഷം അവൻ്റെ കാൽവരി മരണവും പുനരുത്ഥാനവും സ്വർഗാരോഹണവും പരിശുദ്ധാത്മാവ് വന്ന് സഭ സ്ഥാപിക്കപ്പെട്ട് സത്യസുവിശേഷം പ്രഘോഷിക്കപ്പെട്ടു. അത് നമ്മളിലേക്ക് എത്തി, നമ്മളത് വിശ്വസിക്കാനിടയായി. എന്നാൽ അങ്ങനെയുള്ള വിശ്വാസികളുടെ മക്കൾ പോലും അവർക്ക് ദൈവത്തെ അറിയാനും സത്യത്തെ അറിയാനും സുവിശേഷം കേൾക്കാനുമുള്ള ഒരുപാട് സാധ്യതകൾ ഉണ്ട്. എങ്കിലും അത് വിശ്വസിക്കാത്തടത്തോളം കാലം അവരെക്കുറിച്ച് വേദോത്സവം പറയുന്നത് അന്ന് എന്നാണ്. അന്ന് എന്നുള്ളൊരു ദിവസമുണ്ട്. അതിനുശേഷം സുവിശേഷം കേൾപ്പിക്കുകയും സുവിശേഷത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഇന്ന് എന്നൊരു ദിവസമുണ്ട്. അപ്പം ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന അന്ന് എന്ന് പറഞ്ഞാൽ പൗലോസ് അവിടെ സുവിശേഷമായി കടന്നു ചെന്ന കാലങ്ങളിൽ ഒരു ജാതികളായിരുന്നു. യഹൂദന്മാരാണെങ്കിൽ അവർ മിശിഹായെ കൊന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്. അവർ സത്യസുവിശേഷത്തിന് വിരോധികളായിരുന്നു. എന്നാൽ പലരെയും പരിശുദ്ധാത്മാവ് സന്ദർശിക്കുകയും അവർ മാനസാന്തരത്തിലേക്ക് വരികയുണ്ടായി. ജാതികളിൽ നിന്നും മാനസാന്തരപ്പെട്ടു, യഹൂദന്മാരിൽ നിന്നും മാനസാന്തരപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ഈ ലേഖനം വായിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും, യഹൂദന്മാരുടെ ആയിരുന്നവർ ക്രിസ്ത്യാനികളായി തീർന്നവരും ജാതികളിൽ നിന്ന് ആയിത്തീർന്നവരെയും ഉണ്ട് എന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. അവരെക്കുറിച്ച് പറയുകയാണ്, അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ, സാക്ഷാൽ ദൈവത്തിൻ്റെ എബ്രാഹിമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവത്തെ അറിയാതെ, അവൻ്റെ മെശിഹായെ അറിയാതെ, അവൻ്റെ നിത്യരക്ഷയെ അറിയാതെ, വിശ്വാസത്തിലുള്ള നീതീകരണം അറിയാതെ, നമുക്ക് എങ്ങനെ നീതി കിട്ടും എന്ന് അറിയാതെ ഉണ്ടായിരുന്നൊരു കാലമുണ്ട്. ആ കാലത്തെക്കുറിച്ച് പറയുമ്പോൾ അന്ന് നിങ്ങൾ സ്വഭാവത്താൽ ദൈവങ്ങൾ അല്ലാത്തവർക്ക്, നമുക്കറിയാം മതങ്ങളിൽ ഒരുപാട് ദൈവങ്ങളാണ്, എന്നാൽ അവർക്ക് സാക്ഷാൽ ദൈവത്തിൻ്റെ സ്വഭാവം ഇല്ലാത്തവരാണ്. അങ്ങനെയുള്ള സ്വഭാവത്താൽ ദൈവമല്ലാത്തവർക്ക് അടിമകളായിരുന്ന ഗലാത്യരാണ് ദൈവം അയച്ച അപ്പസ്തോലനായ പൗലോസിൻ്റെ സുവിശേഷവും സത്യസുവിശേഷവും സത്യവചനവും കേട്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാനും ദൈവത്തിലേക്ക് തിരിയാനും ഇടയായി തീർന്നത്. അപ്പം അങ്ങനെ ഈ അടിമത്വം എന്ന് പറയുന്ന ഈ മാരകമായ ഒരു കാര്യം, അത് ഗലാത്യ ലേഖനത്തിൻ്റെ ഭാഷയിൽ പറയുമ്പോൾ നമ്മൾ അന്യ ദൈവങ്ങളെ, ദൈവ സ്വഭാവമില്ലാത്ത ദൈവങ്ങളെ, സ്വഭാവത്താൽ അല്ലാത്തവർ, നാച്ചുറലി ദേ ആർ നോട്ട് ഗോഡ്സ്. നമുക്കറിയാം സാക്ഷാൽ ദൈവം അവൻ നിത്യ സ്വഭാവമുള്ളവനാണ്, അവന് മാറ്റമില്ലാത്തവനാണ്. ആ സ്വഭാവമുള്ളവനെ നമ്മൾ അറിയാതെ ഈ മാറ്റമുള്ള നമ്മളുണ്ടാക്കുന്ന സ്വഭാവത്താൽ ദൈവങ്ങളില്ലാത്തവർക്ക് അടിമകളായിരുന്നു എന്നാണ് വേദവസ്തം പറയുന്നത്. അപ്പം അങ്ങനെയുള്ളവരെ ആ അടിമത്വത്തിൽ നിന്ന് കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം സ്വാതന്ത്ര്യത്തിലേക്ക്, നിത്യരക്ഷയിലേക്ക്, പാപക്ഷമയിലേക്ക്, നീതീകരണത്തിലേക്ക്, നീതിയുടെ ഉടമകളായി തീർക്കുന്ന ഒരു സുവിശേഷത്താലാണ് ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇവരെല്ലാവരും തന്നെ അവരെക്കുറിച്ച് പറയുന്നത് സ്വഭാവത്താൽ ദൈവങ്ങളെ അത് അടിമപ്പെട്ടു. എന്നാൽ ഇപ്പോഴും അപ്പസ്തോലനായ പൗലോസോടെ ചെന്ന് സുവിശേഷം അറിയിച്ചതിന് ശേഷം അവർ വിശ്വസിക്കണ്ട. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞോ, വിശേഷത്തെ നിങ്ങളെ അറിഞ്ഞിരിക്കെ നിങ്ങൾ പിന്നെയും. അപ്പം ഇങ്ങനെ ഒരു വലിയൊരു മാനസാന്തരം അവരുടെ ജീവിതത്തിലുണ്ടായി. അതിന് ശേഷം അവർ പിന്നെയും, അത് എത്ര നാളുകൾക്ക് ശേഷമാണ് എന്ന് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ കുറേ നാളുകൾക്ക് ശേഷം
ദുരുപദേശങ്ങൾ, സുവിശേഷത്തെക്കുറിച്ചുള്ള ദുരുപദേശങ്ങൾ, കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ദുരുപദേശങ്ങൾ, ന്യായപ്രമാണത്തെ ദുരുപദേശങ്ങൾ, അതുപോലെ തന്നെ അപ്പസ്തോലനെ സംബന്ധിച്ച ദുരുപദേശങ്ങൾ അവർ ആ ഭാഗങ്ങളിൽ പ്രസംഗിക്കുകയും അങ്ങനെ പലരെയും വഴിതെറ്റിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അതിന് ഉള്ള ഒരു അപ്പോളജറ്റിക്കാണ്, അതിനുള്ള ഒരു വിശ്വാസത്തിൻ്റെ ഒരു തർക്ക വിഷയമാണ് ഇവിടെ വിഷയമായിട്ട് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ പറയുകയാണ്, അന്ന് നിങ്ങൾ ദൈവത്തെ സ്വഭാവത്താൽ ദൈവത്തെ അല്ലാത്തവരെ അടിമകളായിരുന്നു, എന്നാൽ ഇപ്പോൾ നിങ്ങൾ സാക്ഷാൽ ദൈവത്തെ അറിഞ്ഞു, ദൈവം നിങ്ങളെ അറിഞ്ഞു, എന്നിട്ട് നിങ്ങൾ ഇപ്പോൾ എന്ത് പറ്റുന്നു? പഴയതിലേക്ക് ഇപ്പം പോകാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ പഴയത് എന്താണ് എന്നുള്ളത് ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ നിങ്ങൾ ഇച്ഛിക്കുകയാണ്. ഒരു വാസ്തവമായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം ദുരുപദേശക്കാരുടെ ഉപദേശങ്ങൾ അത്ര ശക്തമായിരുന്നത് കൊണ്ട്, പ്രത്യേകിച്ച് യഹൂദന്മാർ, അവർ ന്യായപ്രമാണം അവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, പരിച്ഛേദന വളരെ പ്രധാനപ്പെട്ടതാണ്, ശബത്ത് പ്രധാനപ്പെട്ടതാണ്, അവർക്ക് ദൈവം കൊടുത്തിരുന്ന പെരുന്നാളുകളുണ്ട്, ദിവസങ്ങളും ആഴ്ചകളും വർഷങ്ങളും ഒരുപാട് കാര്യങ്ങൾ ദൈവം അവർക്ക് ന്യായപ്രമാണം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ ശക്തമായിട്ടുള്ള എതിർപ്പിന് അന്നത്തെ ക്രൈസ്തവർ അടിമപ്പെടാൻ പോവുകയാണ്. ആ സമയത്ത് അവർ അടിമപ്പെടരുത്, നിങ്ങൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിങ്ങളെ വിളിച്ചവരാണ്, നിങ്ങൾ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കണം, വീണ്ടും അടിമനോഹത്തിലേക്ക് പോകരുത് എന്ന് ഇവിടെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അവിടെ ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞ് ആ ആദ്യ പാഠങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എലിമെൻ്ററി തിങ്സ്, റുഡിമെൻ്ററി തിങ്സ് എന്നല്ല ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ജാതീയമായ വിശ്വാസങ്ങൾ, സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവരുടെ അടിമത്തത്തിൽ ജീവിക്കുന്ന മതഭക്തന്മാർ, അവരുടെ വിശ്വാസങ്ങൾ എന്താണ്? സാക്ഷാൽ ദൈവത്തിനല്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നമ്മൾ ആഗ്രഹിച്ചത് ദൈവത്തിൽ നിന്ന് തുടങ്ങണം. ദൈവം ആര്? അവൻ സൃഷ്ടാവാണ്, അവൻ സൃഷ്ടിയിൽ നിന്ന് വ്യത്യസ്തനാണ്, ദൈവം നമ്മുടെ സൃഷ്ടാവാണ്, ദൈവം തന്നെ സ്വരൂപത്തിനും ഛായയിലും നമ്മൾ സൃഷ്ടിച്ചവരാണ്, നമുക്ക് ഉത്തരവാദിത്തങ്ങൾ നൽകിയതെല്ലാം നമ്മൾ ഓർത്തുകൊണ്ടാണ് ഈ വർഷം നമ്മൾ ആരംഭിച്ചത്. അതുകൊണ്ട് ഈ ആദ്യ പാഠങ്ങൾ, അതിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് ബലഹീനമാണ്, അത് വ്യർത്ഥമാണ്, ദരിദ്രമാണ്. ഇറ്റ് ഈസ് ബെഗർലി എന്നാണ് ഇവിടെ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ഗുണകരമായ കാര്യമല്ല. എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് തുടങ്ങുന്നത് മാത്രമാണ് ഗുണകരമായ കാര്യം. അതുകൊണ്ടാണ് നമ്മൾ ഈ വർഷം ദൈവത്തിൽ നിന്ന് തുടങ്ങി ദൈവവചനത്തിലൂടെ ക്രിസ്തുവിനിൽ വിശ്വസിച്ച് നീതീകരണം പ്രാപിച്ച് ആ നീതിയുള്ളവരായിട്ട് നിത്യതയ്ക്ക് വേണ്ടി പ്രത്യാശയിൽ ജീവിക്കുന്നവരായിരിക്കണം എന്ന് നാം പറയാൻ ഇടയായത്. അപ്പം അങ്ങനെ ബലഹീനം വ്യർത്ഥമായ പ്രപഞ്ചശക്തികളുടെ അടുത്തേക്ക് തിരിയാനുള്ള സാധ്യതകൾ ഗലാത്യ വിശ്വാസികൾക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ മറുപടിയായിട്ട് ഇനി വിരോധമായിട്ട് പൗലോസ് എഴുതാൻ പറഞ്ഞത്. നമുക്ക് വീഴാൻ സാധ്യതയുണ്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ നിൽക്കുന്നെന്ന് ഓർത്താൽ സൂക്ഷിച്ചുകൊള്ളുക, വീഴാൻ സാധ്യതയുണ്ട്. കാരണം അതുപോലെ ശക്തമായ ദുഷ്ടൻ്റെയും ദുഷ്ട ഉപദേശങ്ങളുടെയും മധ്യത്തിലാണ് നാം ജീവിക്കുന്നത്. സത്യം വളരെ ദുർലഭമായി കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങൾക്ക് നമ്മൾ വീണ്ടും അടിമകളാവാൻ സാധ്യതയുള്ളത് കൊണ്ട് നാം സുവിശേഷം ശരിയായി മനസ്സിലാക്കി സുവിശേഷം വിശ്വസിക്കുകയും അതിന് മുമ്പുള്ള ജീവിതത്തിൽ നിന്ന് മാറിയ ആ കാര്യങ്ങൾ നമ്മൾ തുടരുകയും ചെയ്യേണ്ട ആവശ്യമാണ്. പത്രോസിൻ്റെ ഭാഷയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റാൻഡ് ഫേം എന്നാ പറയുക. നമുക്ക് ദൈവം നൽകിയ ഈ പരിശുദ്ധാത്മ നമുക്ക് ബോധ്യം നൽകിയ സത്യത്തിന് വേണ്ടി സത്യത്തിൽ നിലനിൽക്കണം എന്ന് നമുക്ക് നിശ്ചയദാർഢ്യം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നിന്ന് വായിക്കാനിടയായത്. കർത്താവ് തന്നെ പറഞ്ഞ കാര്യങ്ങളാണ്. കർത്താവ് യേശുക്രിസ്തു വാസ്തവമായി സ്വാതന്ത്ര്യം നൽകിയാൽ മാത്രമേ നിങ്ങൾക്കും എനിക്കും സ്വാതന്ത്ര്യം ഉണ്ടാകുള്ളൂ. ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടൊരു സാധനമാണ്. എന്നാൽ പാപത്തിൻ്റെ അടിമത്തത്തിൽ ജീവിക്കുക എന്നുള്ളത് നിസ്സാരമാണ്. അതെല്ലാവരും ചെയ്യുന്ന കാര്യമാണ്, ജന്മനാ ഉള്ളതാണ്. എന്നാൽ ഒരു വീണ്ടും ജനനത്തിലൂടെ ഈ ദൈവത്തിൻ്റെ യേശുക്രിസ്തു നൽകുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾക്ക് അടിമകളായിരുന്നു എന്നും അങ്ങനെയുള്ളവരാണ് സുവിശേഷം അറിയിച്ചതെന്നും ആ സുവിശേഷത്തിൽ വിശ്വസിച്ച് അവരെ ക്രിസ്ത്യാനികളായി തീർന്നു. അതിൽ യഹൂദന്മാരും ജാതികളിൽ നിന്നുള്ളവരുണ്ടായിരുന്നു എന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്.
അതിനുവേണ്ടി നമ്മൾ ഉപയോഗിച്ച 2 പ്രധാനപ്പെട്ട വാക്യങ്ങൾ, ഒന്ന് ഗലാത്യയിലെ 4-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യമാണ്. 4-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ അതിപ്രകാരമാണ്: അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾക്ക് കീഴ് അടിമകളായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് മെച്യൂരിറ്റി ആവശ്യമാണ്, തികഞ്ഞവരായി തീരേണ്ടത് ആവശ്യമാണ്, വളർച്ച ആവശ്യമാണ്. ദൈവത്തിൻ്റെ പാലാകുന്ന ദൈവത്തിൻ്റെ വചനം, കട്ടിയായിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ കഴിച്ച് നമ്മൾ തികഞ്ഞവരാകുക എന്നുള്ളത്. ശിശുക്കളായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എപ്പോഴും അടിമകളാണ്. ശിശുവിനെ കൊണ്ട് തൻ്റെ മാതാപിതാക്കൾ എന്താ ഗുണമുള്ളത്? ഒരു മക്കളായി തീരണം. അവർ വളർച്ച പ്രാപിച്ച് ശക്തി പ്രാപിച്ച് വിദ്യാഭ്യാസമുള്ളവരായി, അപ്പന് ഗുണമുള്ളവരായി തീരണം, അമ്മയ്ക്ക് ഗുണമുള്ളവരായി, കുടുംബത്തിന് ഗുണമുള്ളവരായി തീരണം. എന്നാൽ മാത്രമേ വാസ്തവമായിട്ട് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റും? ഈ ആദ്യ പാഠങ്ങൾക്ക് നാം അടിമകളായിരിക്കും. അതുപോലെ തന്നെ കൊളോസ്യ ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം നമ്മൾ വായിക്കുകയുണ്ടായി. കൊളോസ്യ ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിലും ഇതേ ഒരു സൂചന നമുക്ക് ലഭിക്കുന്നതാണ്: നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചു എങ്കിൽ. അതുകൊണ്ട് ഈ മാനസാന്തരം എന്ന് ബൈബിൾ പഠിപ്പിക്കുമ്പോൾ യേശുക്രിസ്തു പറഞ്ഞു തുടങ്ങി നിങ്ങൾ മാനസാന്തരപ്പെടണമെന്നാണ്. ഈ മനസ്സിൻ്റെ അന്തരം എന്ന് പറയും ഈ ആദ്യ പാഠങ്ങളിൽ നിന്ന്, സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവരെ ആരാധിക്കുന്ന അതിൽ നിന്ന്, അവരെ സേവിക്കുന്നതിന് എൻ്റെ അടിമകളായിരിക്കുമ്പോൾ അതിൽ നിന്ന് വാസ്തവമായിട്ട് ജീവനുള്ള സത്യദൈവത്തിലേക്ക് തിരിയുക. അത് യേശുക്രിസ്തുവിൻ്റെ പാപക്ഷമയിലൂടെ, യേശുക്രിസ്തു സുവിശേഷത്തിലൂടെയാണ് എന്ന് ഓർപ്പിക്കാൻ ഞാൻ വീണ്ടും വീണ്ടും ആഗ്രഹിക്കുകയാണ്. അപ്പം അങ്ങനെ ഈ സുവിശേഷത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പ്രഖ്യാപിച്ച സുവിശേഷം അത് സ്വാതന്ത്ര്യത്തിലേക്കുള്ള വിളിയാണ് എന്ന് ഓർപ്പിക്കുകയാണ്. ഇറ്റ്സ് എ കോൾ ടു ഫ്രീഡം ഫ്രം demigods, ഫ്രം sin ആൻഡ് ഫ്രം curse. അങ്ങനെ ശാപത്തിൽ നിന്നും പാപത്തിൽ നിന്നും എല്ലാം ഉള്ള ഒരു സ്വാതന്ത്ര്യത്തിലേക്കുള്ള വിളിയാണ്. എന്നാൽ വാസ്തവമായ സ്വാതന്ത്ര്യം എന്താണ്? നമ്മൾ ഗലാത്യനിൽ പരിശോധിക്കുമ്പോൾ അത് ആത്മീയരായിട്ട് ജീവിക്കുമ്പോഴാണ്, പരിശുദ്ധാത്മാവിൽ ജീവിക്കുമ്പോഴാണ്. ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിച്ച് അവനിൽ നമ്മൾ നടക്കുമ്പോഴാണ്, അവനിൽ നമ്മൾ ജീവിക്കുമ്പോഴാണ് സാക്ഷാൽ സ്വാതന്ത്ര്യം നമുക്ക് ഉണ്ടാകുന്നത്. ഇതായിരുന്നു ഗലാത്യ വിശ്വാസികളുടെ ഗതി. നമ്മളും എത്രയോ ബലഹീനരാണ്. അതുകൊണ്ടാണ് റോമൻ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, നമ്മൾ ബലഹീനരായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ബലഹീനമായത് വിശ്വസിച്ച്, ബലഹീന വ്യക്തികളിൽ വിശ്വസിച്ച്, ബലഹീനമായതിൽ വിശ്വസിക്കുന്ന ആ സമയത്ത് നമ്മൾ എന്തു പറ്റി? ദൈവം നമ്മൾ ബലഹീനായിരിക്കുന്ന തക്ക സമയത്ത് ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. അവിടെയാണ് ദൈവത്തിൻ്റെ സ്നേഹവും കൃപയും നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ യോഹന്നാൻ്റെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ ചില ഉപദേശങ്ങളാണ് നമുക്കൊന്ന് പരിശോധിച്ച് ക്ലാസ് അവസാനിപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം അത് 31 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചത്. അത് നമ്മൾ വായിക്കുമ്പോൾ, അത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന പ്രധാനപ്പെട്ട കാര്യം, അത് ദൈവവും ദൈവത്തിൻ്റെ പുത്രനും പുത്രൻ്റെ വചനവും മാത്രമാണ് നമുക്ക് യഥാർത്ഥമായ സ്വാതന്ത്ര്യം നൽകുന്നത്. വേറെ ഒന്നും നമുക്ക് സ്വാതന്ത്ര്യം നൽകാൻ സാധിക്കുകയില്ല. സഭകൾക്കോ സംഘടനകൾക്കോ സംഘടിതമായ മതത്തിനോ ഒന്നും തന്നെ നമുക്ക് സാക്ഷാൽ സ്വാതന്ത്ര്യം നൽകാൻ. നമ്മൾ വാസ്തവത്തിൽ അടിമത്തിലേക്കാണ്. ഇന്നിപ്പോൾ ഇറാനിലൊക്കെ നടക്കുന്ന വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് കാരണം എന്താണ്? അവർക്ക് സ്വാതന്ത്ര്യം വേണം. അവർ ഇറാനികളാണ്. ഇറാനിൽ ജനിച്ച വ്യക്തികളാണ്. എന്നാൽ അവിടെ വേറെ മതക്കാർ വന്ന് അവരെ ആക്രമിച്ച് കീഴടക്കി അവിടെ ആധിപത്യം സ്ഥാപിച്ചിരിക്കുകയാണ്. അത് ദൈവകൃപയാൽ അത് മാറും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥന അവിടെ കിടക്കുകയാണ്. ദൈവമേ, ലോകവും ഇസ്രായേലും എത്ര നാൾ ഈ ദുഷ്ടത അനുഭവിക്കുമെന്നുള്ളത് അതിന് ചില മാറ്റങ്ങൾ ദൈവം നമുക്ക് നൽകിയാണ്. എന്തിനു വേണ്ടിയാണ്? ദൈവത്തിലേക്ക് തിരിഞ്ഞ് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് സാക്ഷാൽ സ്വാതന്ത്ര്യത്തിലേക്ക് സ്വതന്ത്രരായിട്ട് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കണം. നമ്മൾ പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ ദൈവം ആഗ്രഹിച്ചത് തന്നെയാണ്. ഫറവോനെ, നീ എൻ്റെ ജനത്തെ വിട്. എന്തിനു വേണ്ടിയാണ്? ഒരു മരുഭൂമിയിൽ എന്നെ ആരാധിക്കേണ്ടതിന് വേണ്ടി, സ്വതന്ത്രരായിട്ട് ആരാധിക്കുന്നതിന് വേണ്ടി. അവർക്ക് പുതിയ ഭൂപ്രദേശം കൊടുക്കാൻ പോവുകയാണ്. എന്തിനു വേണ്ടിയാണ്? അവിടെ അവർ സുരക്ഷിതമായിട്ട്
ദൈവത്തെ ആരാധിക്കുന്ന ഒരു ജനമായി തീരും. ദൈവം നമ്മളിൽ നിന്നൊക്കെ ആഗ്രഹിക്കുന്നതും ദൈവം നമുക്ക് ദാനമായി നൽകുന്നതും അത് തന്നെയാണെന്ന് ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പം അങ്ങനെ യോഹന്നാന്റെ 8-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 30-31 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ കുറിച്ച് പറയുകയാണ്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ 3.5 വർഷത്തെ പരസ്യ ശുശ്രൂഷയായിരുന്നു. പല മത വ്യക്തികളും ചെയ്യുന്ന പോലെ ഇത് രഹസ്യമായി ചെയ്ത കാര്യങ്ങളൊന്നുമല്ല, പരസ്യമായിട്ട് ചെയ്ത കാര്യങ്ങളാണ്, പരസ്യമായി പറഞ്ഞ കാര്യങ്ങളാണ്, മനുഷ്യർ കേട്ട കാര്യങ്ങൾ. നേതാക്കന്മാരും സാധാരണക്കാരും മതഭക്തന്മാരും എല്ലാം പുരോഹിതന്മാർക്കും എല്ലാം കേട്ടൊരു വിഷയമാണ് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയും അവൻ്റെ വചനങ്ങളും. അതിൻ്റെ ഫലമായി എന്തുണ്ടായി? പലരും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു എന്ന് ഇവിടെ എഴുതിയിരിക്കുകയാണ്. നമ്മുടെ 8-ാം അധ്യായം 31 വാക്യത്തിൽ വായിക്കുമ്പോൾ തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു അവരോടുള്ള സംസാരമാണ്. യേശു പറഞ്ഞു, ആരോടെ പറയുന്നത്? തന്നിൽ യേശു ക്രിസ്തുവിനെ മശീഹായായിട്ട് വിശ്വസിച്ചവർ. അവരോട് പറയുകയാണ്, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. അതുകൊണ്ട് വിശ്വാസികൾ എപ്പോഴും ശിഷ്യന്മാരായിരിക്കണം. എന്തിൻ്റെ ശിഷ്യന്മാരായിരിക്കണം? അവർ പഠിതാക്കളായിരിക്കണം, ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നവരായിരിക്കണം, വേദോത്സവം പഠിക്കുന്നവരായിരിക്കണം. അതിലൂടെ വളർച്ച പ്രാപിച്ച് അവർ തികഞ്ഞവരായി തീരണം എന്ന് നമുക്ക് തീർച്ചയായിട്ടും ദൈവവചനത്തിൻ്റെ ഒരുപാട് വാക്യങ്ങൾ ഉദ്ധരിക്കാൻ കഴിയും. അത് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഇവിടെ കർത്താവ് തന്നെ പറയുകയാണ്, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു. അതുകൊണ്ട് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം, വചനത്തിലുള്ള വിശ്വാസം എത്രയോ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ഓർപ്പിക്കുകയാണ്, എത്രയോ പ്രധാനം. ഈ പുതുവത്സരത്തിൽ നാം ഓർത്തിരിക്കേണ്ടത് ദൈവവും ദൈവത്തിൻ്റെ വചനം. ഇതാണ് നമ്മുടെ ജീവിത മാർഗം. ഇതാണ് നമ്മളുടെ വേ ഓഫ് ലൈഫ്. നമ്മുടെ ജീവിതത്തിന് ദൈവം നൽകിയിരിക്കുന്ന ക്രമം ഇതാണ്. ചട്ടപ്രകാരം നമ്മൾ ഓടണം. ആ ചട്ടം ഇത് തന്നെ, ദൈവവും ദൈവവചനവുമാണ് എന്ന് ഓർപ്പിക്കാൻ ഞാൻ ഒരിക്കൽ കൂടി ആഗ്രഹിക്കുന്നു. അതിനുശേഷം 32-ാം വാക്യത്തിൽ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അപ്പോൾ ഈ നമ്മൾ വാസ്തവമായിട്ട് സുവിശേഷം കേട്ട് യേശുവിൽ വിശ്വസിച്ച് നമ്മൾ നീതീകരണം പ്രാപിക്കുന്നു, നീതി ലഭിക്കുന്നു, പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം ലഭിക്കുന്നു, നമ്മൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരാകുന്നു, നമ്മൾ നമ്മളിൽ വസിക്കുന്നു. ഈ പരിശുദ്ധമായ ജീവിതമാണ്. അത് നമ്മളെ എന്തിലേക്ക് നയിക്കും? സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും. ഈ സ്വാതന്ത്ര്യം എന്തിനു വേണ്ടിയുള്ള? പരിശുദ്ധാത്മാവുള്ള ജീവിതവും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, യേശു ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതം ആയിരിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല. ഇവിടെ പറയുന്നത് സത്യം അറിയുകയും, അതൊരു സത്യം അറിയുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് പരമപ്രധാനമായിട്ടുള്ള ആവശ്യം. അതുകൊണ്ടാണ് പത്രോസിൻ്റെ ലേഖനം 2-ാം ലേഖനം അവസാനിപ്പിക്കുമ്പോൾ 3:18 ഓർമ്മയിലെങ്കിൽ നിങ്ങൾ ഗ്രോ ഇൻ ഗ്രേസ് ആൻഡ് നോളജ് ഓഫ് ദി ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്. നിങ്ങൾ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച സത്യത്തിലും പരിജ്ഞാനത്തിലും നമ്മൾ വളരേണ്ടത് വളരെ പ്രധാനപ്പെട്ട. നമുക്ക് നൽകും, നമുക്ക് വാസ്തവമായ സ്വാതന്ത്ര്യം നൽകും. 8-ാം അധ്യായത്തിൻ്റെ യോഹന്നാന്റെ 8-ാം അധ്യായം 33-ാം വാക്യത്തിൽ അവൻ അവരോട്, ഞങ്ങൾ അവൻ്റെ ശിഷ്യന്മാർ അവരോട് അവനെ വിശ്വസിച്ചവർ പറയുക, ഞങ്ങൾ അബ്രാഹാമിൻ്റെ മക്കളാണ്, ഞങ്ങൾ ഒരിക്കലും ആരുടെയും ദാസന്മാരായിരുന്നില്ല എന്നോട് പറയുകയാണ്. നിങ്ങൾ സ്വതന്ത്രരാകും എന്ന് നീ പറയുന്നത് എങ്ങനെ എന്ന് ഉത്തരം പറഞ്ഞു. വാസ്തവമായ ചോദ്യമാണ്. എന്നാൽ അതിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അവരൊരിക്കലും അടിമകളായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഈജിപ്തിൽ 400 വർഷം അടിമകളായിരുന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് അബ്രാഹാമിൻ്റെ മക്കൾ. അപ്പോൾ അതുകൊണ്ട് വേറെ അതിനെക്കുറിച്ച് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്നിരുന്നാലും അവർ പറയുകയാണ്, ഞങ്ങൾ വാസ്തവത്തിൽ സ്വതന്ത്രരാണ്, അബ്രാഹാമിൻ്റെ മക്കളാണ്. അവിടെ പറയുകയാണ്. അതിന് യേശു പറഞ്ഞ ഉത്തരം നമ്മൾ ശ്രദ്ധേയമാണ്. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നതെല്ലാം പാപത്തിൻ്റെ ദാസൻ ആകുന്നു. അപ്പോൾ പാപം നിമിത്തം ഒരു അടിമത്തം ഉണ്ട്. നമുക്കറിയാം, ആദാം ചെയ്തത് ആദ്യ പാപം. നമ്മൾ അതിന് ആദ്യ പാപം എന്ന് തന്നെയാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അവൻ ദൈവത്തെ അനുസരിക്കാതെ അതിൻ്റെ ലംഘനം നടത്തി, അവൻ ചെയ്ത കൽപ്പന ലംഘിച്ച് അവൻ ആ നന്മതിന്മയുടെ വൃക്ഷത്തിൽ നിന്ന് അവൻ തിന്നു എന്നുള്ളത്, അതാണ് ആദ്യ പാപം. അങ്ങനെ അവനിൽ പാപികളായിട്ടാണ് ജനിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ പുത്രൻ നമുക്ക് സ്വാതന്ത്ര്യം നൽകേണ്ടിയിരിക്കുന്നു. പാപത്തിൽ നിന്നുള്ള, പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള പാപപരിഹാരം നമുക്ക് വരുത്തി നമുക്കൊരു വാസ്തവമായ ഒരു സ്വാതന്ത്ര്യം തരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ 35-ാം വാക്യത്തിൽ ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല, പുത്രൻ എന്നേക്കും വസിക്കുന്നു. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ
സ്വതന്ത്രരാകും. വാസ്തവമായ സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കണം എങ്കിൽ അത് വ്യക്തിപരമായിട്ട് നമുക്ക് ആദ്യമായിട്ട് ലഭിക്കാം. അത് നമ്മൾ കർത്താവ് യേശുവിൽ വിശ്വസിക്കുമ്പോൾ, നമ്മൾ സത്യത്തിൽ നിലനിൽക്കുമ്പോൾ, സത്യം പഠിച്ച് അതിൽ നിലനിൽക്കുമ്പോൾ വാസ്തവമായി എല്ലാ മേഖലകളിലും നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകും എന്നുള്ളത് വാസ്തവമായ കാര്യമാണ്. രണ്ടാമതായിട്ട് നമ്മുടെ കുടുംബത്തിലാണ്, ദാമ്പത്യ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, പിന്നെ രാഷ്ട്രീയ ജീവിതത്തിൽ, നമ്മുടെ രാഷ്ട്രം എന്നുള്ള നിലയിൽ നമുക്ക് ഈ സ്വാതന്ത്ര്യം ആവശ്യം. എന്നാൽ മാത്രമേ നമുക്ക് വാസ്തവമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. 37-ാം വാക്യത്തിൽ നിങ്ങൾ അബ്രാഹാമിൻ്റെ സന്തതി എന്ന് ഞാൻ അറിയുന്നുവെങ്കിലും എൻ്റെ വചനത്തിന് നിങ്ങളിൽ ഇടം ഇല്ലായകൊണ്ട് നിങ്ങൾ എന്നെ കൊല്ലുവാൻ നോക്കുന്നു. ഇന്ന് ഈ സ്വഭാവത്താൽ ദൈവമല്ലാത്തവരുടെ അടിമകളായിരിക്കുന്നത് ചെയ്യുന്ന കാര്യമാണിത്. അവർ കൊല്ലുവാൻ ശ്രമിക്കുകയാണ്. ശരിക്കും വാസ്തവമായിട്ടുള്ള സത്യവിശ്വാസികളെ കൊല്ലുവാൻ ശ്രമിക്കുകയാണ്. അങ്ങനത്തെ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങളെ നമ്മൾ പരിഗണിക്കണം, അത് നമ്മുടെ ചിന്തയിൽ കൊണ്ടുവരണം. ദൈവത്തിൽ നിന്ന് പഠിച്ച് സത്യം മനസ്സിലാക്കി തീർച്ചയായിട്ടും ദൈവം അത് നമ്മൾ സഹായിക്കുമെന്നുള്ളത് യാതൊരു സംശയമില്ല. അതെൻ്റെ ജീവിതത്തിൽ എനിക്ക് സാക്ഷ്യം പറയാൻ കഴിയും. ദൈവത്തിൻ്റെ അടുത്തേക്ക് വരുന്നവൻ ഒരിക്കലും അവൻ നിരാശപ്പെടുകയില്ല. കാരണം എന്താണ്? അവൻ നമ്മളെ മാടി വിളിക്കുകയാണ് അവൻ്റെ അടുത്തേക്ക്. എന്തിനു വേണ്ടിയാണ്? സത്യം അറിയിച്ച്, സത്യം വിശ്വസിച്ച് ആ സത്യത്തിൽ സ്വതന്ത്രരായിട്ട് ദൈവത്തെ ആരാധിച്ച് ജീവിക്കേണ്ടതിന് വേണ്ടി. അപ്പോൾ അങ്ങനെ 37-ാം വാക്യത്തിൽ തുടർന്നുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രാധാന്യം നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഗലാത്യയിലെ വിശ്വാസികളെ പോലെ തന്നെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. നമ്മുടെ പ്രശ്നങ്ങൾ ആത്യന്തികമായിട്ട് അത് ഇല്ലാതായിത്തീരുന്നൊരു കാലം നമുക്ക് ദൈവത്തിൽ പറയുന്നു. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ അതുവരെ നാം ഈ സത്യം അറിഞ്ഞ് യേശു ക്രിസ്തു നൽകുന്ന ഈ സ്വാതന്ത്ര്യത്തിൽ പരിശുദ്ധാത്മാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വാതന്ത്ര്യം, ദൈവത്തോട് അടുത്തുള്ള ജീവിതം, അത് വളരെ ആനന്ദകരമായിരിക്കും എന്നുള്ള യാതൊരു സംശയമില്ല. അതുകൊണ്ട് നമ്മൾ ഗലാത്യയിലേക്ക് തിരിയുമ്പോൾ ഗലാത്യർക്ക് മാനസാന്തരമുണ്ടായി. അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് അവർ കടന്നവരാണ്. സ്വഭാവത്തിൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടു. ആദ്യ പാഠങ്ങൾ തീർച്ചയായും എലിമെൻ്ററി തിങ്സ്, അത് ബലഹീനവും ദരിദ്രവുമാണ്. എന്നാൽ അതിൽ നിന്ന് ഈ ഗലാത്യരുടെ സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ടു. അത് എപ്രകാരമായിരുന്നു അവർ മാനസാന്തരപ്പെട്ടത്? ദൈവം അയച്ച അപ്പസ്തോലനായ പൗലോസ്. അതുകൊണ്ട് പൗലോസ് അപ്പസ്തോലനല്ല എങ്കിൽ, ദൈവം അയച്ചവനല്ല, നിയോഗിച്ചവനല്ല എങ്കിൽ തീർച്ചയായിട്ടും ദൈവവചനത്തിൽ നിന്ന് 13 പുസ്തകങ്ങൾ നമ്മൾ മാറ്റേണ്ടി വരും, സുവിശേഷം മാറ്റേണ്ടി വരും. അതൊരു വളരെ പരമപ്രധാനമായിട്ടുള്ള വിഷയമാണ്. ഈ ബലഹീനവും ദരിദ്രവുമുള്ള ഈ സ്വഭാവത്താൽ ദൈവങ്ങളില്ലാത്ത ആദ്യ പാഠങ്ങളിൽ നിന്ന് മാനസാന്തരപ്പെട്ട് സത്യദൈവത്തിലേക്കും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളത്, ദൈവത്തിലേക്ക് വിശ്വസിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ദൈവം അപ്പോസ്തലനായ പൗലോസിനെ അയക്കുന്നു. അവൻ്റെ സുവിശേഷം വഴി ഗലാത്യയിൽ പലരും മാനസാന്തരത്തിലേക്ക് വന്നു, ദൈവവചനത്തിലേക്ക് വന്നു. അവർ പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്നവരായിരുന്നു. എന്നാൽ നമ്മുടെ എതിരാളി വളരെ ശക്തമായി നമുക്കെതിരായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അക്കാലത്തും ഇന്നും. അതുകൊണ്ട് അവർക്ക് തിരിച്ചു പോകുവാനായിട്ട് ഈ ആദ്യ പാഠങ്ങളിലേക്ക്, ബലഹീനവും ദരിദ്രവുമായ കാര്യങ്ങളിലേക്ക് പോകാനുള്ള ഒരു പ്രവണത നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. അത് അതിജീവിക്കാൻ തക്കവണ്ണം നമ്മൾ സത്യം അറിഞ്ഞ് ഈ സത്യത്തിൽ നമ്മൾ നിലനിൽക്കുമ്പോൾ നമുക്ക് വാസ്തവമായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകും എന്നുള്ളത് നിസ്സംശയം കർത്താവിന് പറഞ്ഞ കാര്യമാണ്. അതുപോലെ തന്നെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്ന് സ്വാതന്ത്ര്യം അത് യേശു ക്രിസ്തുവിൽ മാത്രമാണ്, അത് വിശ്വാസത്താൽ മാത്രമാണ്, യേശുവിൽ വിശ്വാസത്താലാണ് അത് ലഭിക്കുന്നത്. കാരണം ഇതാരോടാ പറഞ്ഞത്? യേശുവിൽ വിശ്വസിച്ചവരോടാ പറഞ്ഞത്, നിങ്ങൾ വാസ്തവന എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ. അതുകൊണ്ട് ആദ്യം വിശ്വാസം, പിന്നെ ദൈവവചനം, അതിലുള്ള നിലനിൽപ്പ് ആവശ്യമാണ്. അതുകൊണ്ട് യഥാർത്ഥ സ്വാതന്ത്ര്യം യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 34 മുതൽ 36 വരെ ഒരിക്കലോട്ട് വായിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. യേശു അതിന് മറുപടി പറഞ്ഞത്, അമ്മേനെ ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നതെല്ലാം പാപത്തിൻ്റെ ദാസൻ ആകുന്നു. ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല, പുത്രൻ എന്നേക്കും വസിക്കുന്നു. പുത്രൻ കർത്താവ് യേശു ക്രിസ്തു നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ.
ആകും. അതുകൊണ്ട് ജന്മനാൽ ആദ്യ പാഠങ്ങൾക്ക് അടിമത്തത്തിലുണ്ടായിരുന്ന നാം, ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിൽപ്പെട്ട നാം സുവിശേഷത്തിൽ വിശ്വസിച്ച് സ്വതന്ത്രരാകുവാൻ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടി ദൈവത്തെ അറിഞ്ഞ് അവനെ മഹത്വപ്പെടുത്തുവാൻ, അവനെ ആരാധിക്കുവാൻ ദൈവം നമ്മൾക്ക് ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞ് എൻ്റെ ക്ലാസ് അവസാനിപ്പിക്കാം. സ്വർഗീയ പിതാവേ, കേൾപ്പിച്ച വചനത്തിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങൾ കർത്താവേ, ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിൽ നിന്ന് ക്രിസ്തുയേശുവിൻ്റെ സുവിശേഷം വഴി, ദൈവവചനത്തിൻ്റെ സത്യം വഴി ഞങ്ങളെ സ്വതന്ത്രരാക്കുവാൻ ദൈവം പ്രസാദിക്കണമേ. കേൾവിക്കാരെ അടിയനെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തോടെ പറഞ്ഞയക്കണമേ. പിതാവിൻ്റെ സ്നേഹവും പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പും ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങൾ കേട്ടതിന് നന്ദി. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കാണാം, കേൾക്കാം, തുടരാം.